തെറ്റ് ചെയ്താൽ അവനെ സംരക്ഷിക്കാൻ നിയമമുണ്ട്, നിയമപാലകരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എനിക്കൊരു തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് കാശ് വേണം. കുട്ടികൾ ആ അവസ്ഥ വന്നിരിക്കുക. അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറ്. ആദ്യം പൊളിച്ചെഴുതേണ്ടത് നിയമം എല്ലാവർക്കുമാണെന്നും എല്ലാവർക്കും തുല്യമാണെന്നും വരുത്തേണ്ടത് ഇവിടുത്തെ സിസ്റ്റം ഗവൺമെന്റാ. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ പോലീസ് വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റില്ല എന്ന് എനിക്ക് ഒരു ധാരണയില്ല. കേരള പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. കൃത്യമായി ഗവൺമെന്റ് തീരുമാനിച്ചാൽ പോലീസിന് അതിന് അധികാരം കൊടുത്താൽ ഇത് ആരൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് കൃത്യം പോലീസ് പിടിക്കും. പക്ഷെ പിടിക്കുമ്പോൾ വേറെ കാര്യമുണ്ട്, ഉന്നതന്മാരുടെ മക്കളുണ്ടാവും, അവരെ കയറി അപ്പളെ തന്നെ പോലീസിനെ കയറി ഇതിടും. ഇപ്പൊ ഒരു ജാമ്യം കൊടുത്ത പോലെ ഒരു ജാമ്യം കൊടുത്ത പോലെ അല്ല, ജാമ്യം കൊടുത്ത അതായത് ഇപ്പൊ ഒരുത്തന് വെറുതെ വിട്ടല്ലോ, ഒരു ചെറിയ കുട്ടീനെ വെറുതെ വിട്ടു, മന്ത്രിയുടെ മോനാന്ന് പറഞ്ഞിട്ട്. അല്ല, ജാമ്യം കൊടുത്തു എന്ന വിഷയത്തില് ഞാൻ അതിനകത്ത് കോടതിയെ കുറ്റം പറയാൻ തയ്യാറില്ല. കാരണം കോടതിയുടെ മുമ്പിൽ പേപ്പർ കൊണ്ടുവന്ന് കോടതിയല്ല അന്വേഷിച്ചത്. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് കോടതിയല്ല, പോലീസാ. നിയമപരമായിട്ട് ജാമ്യം കിട്ടിയെങ്കിൽ അതിന്റെ ഉത്തരവാദി പോലീസാണ്. അതിന് കോടതിയെ കുറ്റം പറയണ്ട. അതെ.